ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറയാറുണ്ട്, 2 പെൺകുട്ടികളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഇപ്പം കാണാനൊരു രസമില്ലാതെ വരും. അപ്പോൾ ഒരു ചൂടാവും. പെൺകുട്ടിയോട് അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ചൂടാവും. ഭാര്യ ഗർഭിണിയാവുമ്പോൾ ഗൾഫ് പോകും. 5-6 വർഷം കഴിഞ്ഞ് വരും. 1-ാം വയസ്സിലെ ചിരി, 2-ാം വയസ്സിലെ നടത്തം, കൊഞ്ചലൊന്നും കാണാനും കേൾക്കാനില്ലാതെ ഇയാൾ ഗൾഫിലാണ്. പണ്ട് കാലത്തൊക്കെ ബന്ധമെന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു അനുഭവമാണ്. കുടുംബ വീടുകളിൽ ചെല്ലുക, ഭക്ഷണം ഉണ്ടാക്കുക, വാങ്ങുകയല്ല ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കുകയാണ് ചെയ്യുക. എനിക്കൊക്കെ കത്ത് കിട്ടിയിട്ട് ഒരുപാട് കാലം. ആകെ കിട്ടൽ ബാങ്കിൽ നിന്ന് കത്ത് വരും, പൈസ അടച്ചിട്ടില്ല എന്ന്. വേറൊരു കത്തും വരാറില്ല. ഉടഞ്ഞിടും ഇട നെഞ്ച് പിടഞ്ഞിടും പൂക്കുഞ്ഞി പൈതലല്ലേ, ആ മുഖം കാണാൻ പൂതി നിങ്ങൾക്കുമില്ലേ. നിങ്ങൾക്ക് അവിടെ സുഖമെന്ന് കരുതുന്നു, എനിക്കും മക്കൾക്കും ഇവിടെ സുഖം തന്നെ. എന്നിട്ട് ആ കഷ്ടപ്പാടൊക്കെ താഴോട്ട് എഴുതുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 1998 IK ഗുജറാൽ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് 84 വയസ്സാണ്. 2006 VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 83 വയസ്സാണ്. അത് ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിട്ടയർമെൻറ്റ് 56 വയസ്സ് എന്നുള്ളതും ഒരു വലിയ കാര്യമല്ല. പിന്നെ ഇവിടെ ഞാനിപ്പോൾ ഏറെ സമ്മർദ്ദത്തിലാണ്. കാരണം പ്രിയപ്പെട്ട എന്നെ പരിചയപ്പെടുത്തിയ ആൾ, ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് ഞാൻ ഇത്രയൊക്കെ ഉണ്ടോ എന്നൊരു ടെൻഷൻ എനിക്കുണ്ട്. കാരണം എന്താ ചോദിച്ചാൽ, ഞാൻ മാപ്പിളപ്പാട്ട് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഈ പിന്നണി ഗായകൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് പലരും പ്രതീക്ഷിക്കും. ഞാൻ പഴശ്ശിരാജ എന്ന സിനിമയിൽ പാടി എന്നാണ്. അത് ശരിയാണ് ഒരു അർത്ഥത്തിൽ. പക്ഷേ ആ പാട്ട് ഏതാണെന്ന് പോലും എനിക്കിപ്പോൾ അറിയില്ല, അതിൻ്റെ ഒരു വരി അറിയില്ല. അത് ഞാൻ ഒരുപാട് പാട്ടൊക്കെ പാടിയിട്ട് ഈ പാട്ട് മറന്നുപോയതൊന്നുമല്ല. അത് എനിക്കിപ്പോഴും ഒരു പേടിപ്പെടുത്തുന്ന അനുഭവമായതുകൊണ്ടാണ്. അത് ആ തരത്തിലൊന്നും നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കരുത്. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല, കാരണം എൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ അതൊക്കെ കാണും. അതാ ഒരു പ്രശ്നം. ഈ സിനിമാ രംഗത്തൊക്കെ വരുമ്പോൾ ഒരു പ്രശ്നമാണ്. പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമ 2009 റിലീസ് ചെയ്യുന്നത്. 2005 കാലഘട്ടത്തിൽ അതിലൊരു മാപ്പിളപ്പാട്ട് അതിൽ വേണമെന്നുള്ള നിർബന്ധത്തിൽ എൻ്റെ നാടിനടുത്താണ് താമരശ്ശേരി, അവിടെയുള്ള ഹരിഹരൻ സാറ്, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തു വഴി ഇങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ കാനേഷ് പൂനൂർ ഞാനും ഹരിഹരൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ചെന്നൈയിൽ ചെല്ലുകയും പഴശ്ശിരാജ എന്ന ആ പടത്തിൻ്റെ സംഗീത സംവിധായകൻ ഇളയരാജയുമായി സംസാരിക്കാൻ കഴിഞ്ഞതും ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ്. ആ സമയത്ത് അതിലൊരു മുസ്ലിം ഭക്തിഗാനം MG ശ്രീകുമാറും വിധു പ്രതാപും ഒക്കെ ചേർന്ന് 7ഓളം പേർ പാടുകയാണ്. അതിലൊരു 2 വരിയുണ്ട്, അത് ഒരു അറബി പദം ചേർത്ത വരിയാണ്. അത് ഇവർ പാടിയിട്ട് ശരിയാവുന്നില്ല. ആ സമയത്ത് സ്റ്റുഡിയോയിൽ കൺസോൾ ഉണ്ടായിരുന്ന എന്നോട് ഹരിഹരൻ സാറ് പറഞ്ഞു, ആ ഭാഗം നിങ്ങൾക്ക് പാടിക്കൂടെയെന്ന്. ഞാനും പ്രിയങ്കരനായ ഗായകൻ MA ഗഫൂറും അഷ്റഫ് പയ്യന്നൂരും 3 പേരാണ് ആ ഒരു അറബി ചേർത്ത ഒരു പദപ്രയോഗം അതിൽ 2-3 വരി പാടുന്നുണ്ട്. അല്ലാതെ ആ പാട്ടിൻ്റെ മറ്റു വരികളൊന്നും MG ശ്രീകുമാറിനെ പോലെ പ്രഗത്ഭരായ ഗായകരാ പാടുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ടൈറ്റിൽ കാർഡ് വരുമ്പോൾ പിന്നണി ഗായകരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പേരുണ്ട്. അത് ഈ പിന്നണി ഗായകൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. അത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ നേരത്തെ എന്നെ പരിചയപ്പെടുത്തിയ അത് ആ കാര്യമാണ്. ഞാൻ ആദ്യം ജാമ്യം എടുക്കുന്നത് ആ പാട്ടിനോട് ആരും പാടാൻ പറയരുത് എന്ന് പറയാനാണ്. പിന്നെ ഇവിടെ ഈ കുടിയത്തൂരും നമ്മുടെയൊക്കെ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ ഒരു ജനറൽ സ്കൂളിൻ്റെ മുറ്റത്ത് ഇത്രയും ആളുകൾ ഒരു ഗ്രാമത്തിൻ്റെ ഉത്സവമായി ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. ഇന്ന് കേരളത്തിൽ മറ്റെവിടെയും കാണാത്ത ഒരനുഭവമാണ് ശരിക്കും ഈ സ്കൂളുകളുടെ വാർഷികമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങൾ. ഇന്ന് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മുമ്പ് ഇതിനേക്കാൾ സജീവമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ നാടിനെ നിലനിർത്തുന്ന ഇത്തരം സംഗമങ്ങളാണ്. ഒരു കാലത്ത് സാംസ്കാരിക വേദികളുടെ പരിപാടികളിൽ മുഴുവൻ ആളുകളും നാട്ടിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടും, നാടകം കാണും, പാട്ട് കേൾക്കും. വലിയ വലിയ സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ വലിയ വലിയ സെലിബ്രിറ്റികളായ പാട്ടുകാർ വരും. നമ്മുടെ നാട്ടിലെ ആളുകൾ നാടകത്തിൽ അഭിനയിക്കും. അതൊക്കെ കാണാനും കേൾക്കാനും നമ്മുടെ ഒരു ഗ്രാമം മുഴുവൻ അതിനുവേണ്ടി കാതോർത്തിരിക്കും. പുലരുവോളം പരിപാടികൾ കണ്ട് ആസ്വദിക്കും. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അതാണ് നമ്മുടെ നാട്ടിലെ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ചേർന്ന് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ
പൊതുവെ സാംസ്കാരിക രംഗം അത്ര സജീവമല്ല. ഒറ്റപ്പെട്ട ചലനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനും സലാമും ഫസൽ മാഷും ഒക്കെ ഇവിടെയുണ്ട്. ഞങ്ങളൊക്കെ 20 വയസ്സിലും 30 വയസ്സിലും സാംസ്കാരിക പ്രവർത്തനം നടത്തിയവർ ഓരോ നാട്ടില് ക്ലബായി, ലൈബ്രറിയായി, രാഷ്ട്രീയ പ്രവർത്തനമായിട്ടൊക്കെ. അന്ന് ഞങ്ങള് ചെറുപ്പക്കാരായി ഞങ്ങളൊരു ആവേശമുണ്ട് നാട്ടിൽ ലൈബ്രറി ഉണ്ടാക്കാനും, അല്ലെങ്കിൽ അത് പണ്ടുണ്ടാക്കി വെച്ച ലൈബ്രറി സജീവമാക്കാനും ഒക്കെ. എൻ്റെ നാട്ടിലൊക്കെ ഉള്ള ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ഞങ്ങളുടെ പ്രായത്തിൽ 20ൻ്റെയും 30ൻ്റെയും ഇടയ്ക്ക് വയസ്സുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലെ ലൈബ്രറിയും സാംസ്കാരിക പ്രവർത്തനവും കൊണ്ടു നടക്കുന്നത്. ഇന്നത്തെ 20ൻ്റെയും 30ൻ്റെയും വയസ്സിനിടയ്ക്കുള്ള ചെറുപ്പക്കാരെ ഇത്തരം സാംസ്കാരിക രംഗത്ത് നമ്മൾ കാണുന്നില്ല. സാംസ്കാരിക രംഗം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണത്. അപ്പോൾ അവരെയൊക്കെ ചേർത്ത് വെച്ചാണ് നമ്മുടെ സ്കൂളിൻ്റെ വാർഷികം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സംഗമത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ നാട് ഇവിടെയുണ്ട്. ഒരു പൊതുവിദ്യാലയത്തിൽ 1000-ലധികം കുട്ടികൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവമല്ല. ഇക്കാലത്ത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഞാനും ഇതുവരെ പൊതുവിദ്യാലയത്തിലാണ്, അതുകൊണ്ട് എനിക്കത് നേരിട്ട് പറയാൻ സാധിക്കും. മറ്റൊന്നെന്നെ അത്ഭുതപ്പെടുത്തിയത്, കുടിയത്തൂർ സ്കൂൾ പല കാര്യത്തിലും മികവ് പുലർത്തുന്നുണ്ട്, കലാ സാംസ്കാരിക സ്പോർട്സും ഒക്കെ രംഗത്തൊക്കെ. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ ആരംഭിച്ചത് കഴിഞ്ഞ വർഷം മുതലാണ്. 1ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ 2 കുട്ടികൾ ആങ്കർ ചെയ്തു. ഞാൻ സലാം മാഷോട് ചോദിച്ചു, ഇവര് അല്ല ഈ കഴിഞ്ഞ വർഷം ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ആരംഭിച്ചത്? എൻ്റെ സ്കൂൾ ഏതാണ്ട് 20 വർഷമായി ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനുണ്ട്, അവിടെ മലയാളം ഡിവിഷൻ ഇല്ല എന്ന് പറയാം. ഞാൻ എൻ്റെ സ്കൂളിനെ മോശമാക്കി പറയല്ല, അത് പറയുന്നത് ശരിയല്ലല്ലോ. ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ആളുകളെ നന്നാക്കി പറയാന്നുള്ളതല്ല എൻ്റെ. പക്ഷേ ഈ കുട്ടികളുടെ പ്രകടനം എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. അത് നിങ്ങളുടെ ഈ വിദ്യാലയത്തിൻ്റെ മികവായി ഞാൻ കാണുകയാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പൊതുവിദ്യാലയം എന്താണെന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുന്ന വലിയൊരു സംഗതിയാണ് ഈ കാലഘട്ടത്തിൽ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നാടിനോടൊപ്പം ചേർന്ന് നമ്മുടെ നാടിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്, ഒരു സ്കൂളിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെയൊക്കെ കുട്ടികളെ കുറിച്ച് നമുക്ക് ഏറെ ആശങ്കയുണ്ട്. കുട്ടികൾക്കൊക്കെ വലിയ സൗകര്യമുള്ള ഒരു കാലത്താണ് ജീവിക്കുന്നത്, പണ്ടത്തെ പോലെയല്ല. എന്തെല്ലാം സൗകര്യങ്ങൾ ഇപ്പം ഇതേപോലെ ഈ അമ്മമാരുടെ സാന്നിധ്യമൊന്നും ഒരു കാലത്ത് സ്കൂൾ വാർഷിക ചടങ്ങിൽ ഉണ്ടാവാറില്ല, രക്ഷിതാക്കളുടെ സാന്നിധ്യം ഉണ്ടാവാറില്ല. അത് അവിടെ നമ്മൾ ഇപ്പോൾ അതല്ല, ഒരു ചെറിയ വിഷയത്തിൽ പോലും കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ആശങ്കാകുലരാണ്. സാമ്പത്തികമായ വിഷയങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഇവിടെ ഓൺലൈനിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ അധ്യാപകരും കുട്ടികളും ഒക്കെ മുമ്പിലാണ്. ഒരു വിഷയത്തിലും നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പിന്നോക്ക് പോകാറില്ല എന്നുള്ളതാണ്. ട്യൂഷനുണ്ട് കുട്ടികൾക്ക്, എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ ഇപ്പോൾ സമ്മാനമൊക്കെ ഇവിടെ കുട്ടികളെ, ഇപ്പം ഞാൻ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ സ്കൂളിൽ പഠിച്ച കാലമാണ്. ഞാൻ UP സ്കൂളിലും ഹൈസ്കൂളിലും പഠിച്ച കാലം ഒന്നുകിൽ ഞാൻ അവതരിപ്പിച്ചൊരു കലാപരിപാടി, അല്ലെ എൻ്റെ സുഹൃത്തുക്കൾ അവതരിപ്പിച്ചൊരു കലാപരിപാടി. അതിലെ ഞാൻ ഇപ്പോഴും എൻ്റെ ഹൈസ്കൂളിൽ പഠിച്ച ഒരു കാലം ഓർക്കുക. എൻ്റെ നാട്ടിലൊരു കൊളോക്കിയൽ ഭാഷയുണ്ട്, അത് ഇവിടെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് മിമിക്രി അവതരിപ്പിച്ചത്. ആ സുഹൃത്തിനെ ഞാൻ 1986 സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. അടുത്തതായി ഒരു പ്രഭാതം പൊട്ടി വിരിയുന്നു, അടുത്തതായി ഒരു സിനിമാ നടൻ്റെ ശബ്ദം. എൻ്റെ ഒരു കൂടെ പഠിച്ച ഒരു കുട്ടി വന്ന് പറഞ്ഞ്, അടുത്തതായി ഒരു പയ്യൻ്റെ വൈരപ്പാട്. നിങ്ങളുടെ നാട്ടിലെങ്ങനെ പറയാണ്ടോ എനിക്കറിയില്ല. ഞാൻ അതിപ്പോഴും ഓർക്കാറുണ്ട്. ആരെങ്കിലും മിമിക്രി അവതരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത്, പേര് ഞാൻ പറയുന്നില്ല, കാരണം ഏതെങ്കിലും സംവിധാനത്തിൽ ഏതെങ്കിലും കാലത്ത് അയാളിത് കേട്ടാൽ മോശമാണ്. അയാൾ വളരെ കൂളായിട്ട് പറഞ്ഞു, അടുത്തതായി ഒരു പയ്യൻ്റെ വൈരപ്പാട് എന്ന്. ഹെഡ്മാഷ് ആ കുട്ടിയെ വിളിച്ച് അഭിനന്ദിച്ചു, തമാശയിലാണെങ്കിൽ. ഇതൊക്കെ നമ്മുടെ മനസ്സിലെ ഓർമ്മകളാണ്. നന്നായിട്ട് തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മ ഉണ്ടാവും, നമ്മൾ അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയുണ്ടാവും. ഈ ഓർമ്മകൾ നമ്മളെ പൊതുജീവിതത്തിന്, നമ്മൾ ഇന്നത്തെ ജീവിതത്തിന് വലിയ ആവശ്യമാണ്. ഈ ഓർമ്മകൾ പലപ്പോഴും സൂക്ഷിക്കാത്തതാണ് ഈ പുതിയ തലമുറയെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം. ഞാൻ ഈ പുതിയ തലമുറയെ കുറ്റപ്പെടുത്തുന്ന ആളൊന്നുമല്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല. പല പ്രശ്നങ്ങളും പുതിയ തലമുറക്കുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ട്. പഴയ തലമുറക്കും അവരുടേതായ ഗുണമുണ്ട്, ദോഷമുണ്ട്. പുതിയ തലമുറക്കും ഉണ്ട്. നമ്മൾക്ക് ചില അഭിപ്രായമുണ്ട്. നമ്മൾ പലപ്പോഴും മുതിർന്ന ആളുകളൊക്കെ എപ്പോഴും ഒരു സംഭവമാണ് എന്നൊരു തോന്നലാണ്. പഴയ പാട്ടേ നല്ലതുള്ളൂ, പുതിയതൊക്കെ മോശമാണ്.
ഞങ്ങളാണ് അധ്വാനിച്ചവർ, പുതിയ തലമുറ അങ്ങനെ അധ്വാനിക്കുന്നവരല്ല, കഷ്ടപ്പാട് അനുഭവിച്ചത് ഞങ്ങളാണ്. ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെയൊക്കെ കാരണവന്മാർ, എൻ്റെ കുടുംബത്തിലെയൊക്കെ നമ്മളെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയും, നിങ്ങൾ കാണുന്ന ഒന്നും സിനിമയല്ല, ഞങ്ങൾ 60കളിൽ കണ്ടതാണ് സിനിമ, ഞങ്ങൾ 70കളിൽ കണ്ടതാണ് സിനിമ എന്ന് പറയും. ഞാനിപ്പോൾ എൻ്റെ മക്കളോട് പറയുന്നുണ്ട്, ഞങ്ങൾ 90കൾ 80ൻ്റെ അവസാനം കണ്ട സിനിമയാണ് നല്ലത്. ഈ സദസ്സിലിരിക്കുന്ന പുതിയ കുട്ടികൾ അവരൊരു 10-90 വയസ്സാകുമ്പോൾ പറയും 2025 എന്നൊരു കാലം ഉണ്ടായിരുന്നു, അതാണ് ഏറ്റവും സുന്ദരമായ കാലം. നമ്മളത് മനസ്സിലാക്കാതെ ഇവരെ കുറ്റപ്പെടുത്തുകയാണ്. പല കാര്യത്തിലും നമ്മളെക്കാൾ മുമ്പിലാണ് ഇവർ. എൻ്റെ മോള് കല്യാണം കഴിഞ്ഞു പോയി. അവള് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫസൽ മാഷൊക്കെ അറിയാം, അദ്ദേഹം എൻ്റെ നാട്ടിലെ സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ആ സ്കൂളിലേക്ക് 3/4 കിലോമീറ്റർ ദൂരമുണ്ട്. അന്ന് ഞങ്ങളൊക്കെ നടന്നു പോകണം. ഇപ്പോൾ ആ ദൂരം പോലും എൻ്റെ മക്കള് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ മോളൊരു ദിവസം രാവിലെ എൻ്റെ അടുത്ത് പറയാണ്, അവൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ, നിങ്ങൾ പാപ്പ ഒന്ന് എന്നെ സ്കൂളിൽ കൊണ്ടുവിടണം, സ്കൂൾ ബസ് നേരത്തെ പോയി. അപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റ്, അല്ലെങ്കിൽ നമ്മള് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് വണ്ടി എടുത്തു പോകാനുള്ള മടി കൊണ്ട് ഞാൻ പറഞ്ഞു, സ്കൂൾ ബസ് നേരത്തെ പോയതല്ല, നീ വൈകിയതാണ്. അപ്പോഴാണ് നമ്മൾ ഫിലോസഫി ഒക്കെ പറയുക, ഈ മടി ഉണ്ടാകുമ്പോഴാണ്, അതുകൊണ്ട് അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾ പിന്നെ പഴയതുപോലെ അല്ലല്ലോ. ഞാൻ എൻ്റെ വാപ്പയോട് അങ്ങനെ പറയാനുള്ള ധൈര്യം എനിക്കില്ല. ഈ മോള് പറയാണ്, പറ്റൂല, നിങ്ങളൊന്ന് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും. അവസാനം ഞാൻ എൻ്റെ കഷ്ടപ്പാട് പറയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, നിനക്കറിയോ, ഞാൻ ഈ MJ ഹൈസ്കൂളിലൊക്കെ പോകുമ്പോൾ എനിക്കൊരു ബാഗില്ല, അന്നൊക്കെ ഒരു എലാസ്റ്റിക് ഉണ്ടാവുക. ഞാൻ ഈ സ്കൂളിലേക്ക് 3/4 കിലോമീറ്റർ നടന്നാ പോയത്. തിരിച്ച് ഉച്ചക്ക് ഭക്ഷണത്തിന് ഇങ്ങോട്ട് വന്നു, തിരിച്ചു വീണ്ടും അങ്ങോട്ട് പോയി, വൈകുന്നേരം ഇങ്ങോട്ട് വന്നു. അങ്ങനെ 4 പ്രാവശ്യമായിട്ട് വരുമ്പോൾ ഏതാണ്ട് 3 കിലോമീറ്റർ ഞാൻ കഷ്ടപ്പെട്ട് നടന്നാണ് സ്കൂളിൽ പോയത്. അപ്പോ മാത്രമല്ല, നിനക്ക് ഇപ്പൊ രാവിലെ ബസ് പോയി, എനിക്ക് ആ കുട്ടികളെ കൂടെ നടന്നു പോയിക്കൂടെ, തിരിച്ച് അവിടെ എത്തി ഇങ്ങോട്ട് വൈകുന്നേരം ബസ്സിൽ വന്നൂടെ. അപ്പൊ എൻ്റെ മോള് ഒരു ചിരി ചിരിച്ചു. ആ ചിരി ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. എന്താണ് ബാപ്പ ഈ പറയുന്നത്? നിങ്ങളെ കഷ്ടപ്പാടാണല്ലോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങളെ ബാപ്പുണ്ടല്ലോ, എൻ്റെ വല്യപ്പ, ബാപ്പ 86-ാമത്തെ വയസ്സിൽ 3 വർഷം മുമ്പാ മരിച്ചത്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. നിങ്ങളെ ബാപ്പല്ലേ എൻ്റെ വല്യപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയും, ഇളയേറ്റിൽ വട്ടോളിയിൽ നിന്ന് നന്മണ്ടയിലേക്ക് 8 കിലോമീറ്റർ നടന്നാണ് അദ്ദേഹം പോയത്. തിരിച്ചിങ്ങോട്ട് 8 കിലോമീറ്റർ, 16 കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോയത്. അപ്പോഴാണ് നിങ്ങൾ 3 കിലോമീറ്റർ. ഞാൻ പറഞ്ഞു, വണ്ടി എടുക്കല്ലേ, പോവല്ലേ എന്ന് ചോദിച്ചു. അതാണ് ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ കഷ്ടപ്പാടൊക്കെ വലുതായിരിക്കും. അതുകൊണ്ട് കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഉപദേശിക്കുമ്പോഴൊക്കെ ഞാൻ ഉപദേശിക്കേണ്ടതൊന്നും അല്ല പറഞ്ഞത്. ഉപദേശിക്കുമ്പോൾ ഒന്ന് കരുതുന്നത് നല്ലതാണ്. സമകാലിക സംഭവങ്ങൾ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കരുതുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ കുട്ടികളുമായുള്ള ബന്ധത്തിൽ എവിടെയോ പ്രശ്നമുണ്ട്. ഞാൻ ഒറ്റ സംഭവം പറയാം. ഞാൻ ഈ രാത്രിയിൽ ഇങ്ങനെ പല പരിപാടികളുമായിട്ട് ചിലപ്പോൾ ഉറക്കമൊഴിച്ച് പല വഴിക്കും ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ കൊടുവള്ളിയിൽ എൻ്റെ നാട്ടിലേക്ക് എത്തുമ്പോൾ എനിക്ക് രാത്രി 2:30 മണിക്ക് ഞാൻ കാറിൽ വരികയാണ്. എനിക്ക് തോന്നി ഒരു ചായ കുടിക്കണമെന്ന്, ഒരു കട്ടൻ ചായ. വല്ലാതെ എന്നെ അസ്വസ്ഥനായപ്പോൾ, രാത്രിയാണ്, ഒരു 2 കൊല്ലം മുമ്പെയാണ്. ഞാനൊരു തട്ടുകടയിൽ കയറി ചായ കുടിക്കുമ്പോൾ എൻ്റെ നാട്ടിലെ ഞാൻ അറിയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മകനും ഒരു സംഘവും 20 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അവരവിടെ വന്നു, എന്തൊക്കെയോ ചായ, കുറേ സാധനങ്ങളൊക്കെ കഴിച്ചു. അവരുടെ രീതി എനിക്ക് അത്ര നല്ലതായി തോന്നിയില്ല. ആ സമയത്ത് അവരുടെ ഒരു മാനറിസം തോന്നി. പക്ഷെ എന്നെ കണ്ടപ്പോൾ വലിയ ബഹുമാനമൊക്കെ കാട്ടി. കാരണം അവൻ്റെ ബാപ്പൻ്റെ സുഹൃത്താണ് ഞാൻ. 2 ദിവസം കഴിഞ്ഞ് എൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു, മോനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 20 വയസ്സിൻ്റെ താഴെയുള്ള മോനൊക്കെ രാത്രിയൊക്കെ നേരത്തെ വീട്ടിൽ വരുന്നത് നല്ലതാണ്, അതാണ് ശരി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ പറ്റി നീ എന്താ വിചാരിച്ചത്? മോൻ്റെ കമ്പനിയൊക്കെ നല്ല കമ്പനിയാണ്, നല്ല കുട്ടികളാണ് അവരൊക്കെ. അവരെന്തെങ്കിലും വായിക്കുകയോ അല്ലെ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ടാണ്. അവരെന്താ പല ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെറിയ കച്ചവടമൊക്കെ ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള പണിയെടുത്താൽ പോരെ? ഞാൻ എന്തേയും
ഈ സുഹൃത്തിന്റെ ഭാര്യ എൻ്റെ ഭാര്യയോട് പറയാണ്, മാഷക്ക് എന്താ എൻ്റെ മോനെ പറ്റി ഇത്ര അഭിപ്രായ വ്യത്യാസം? ആവശ്യമുള്ള പണിയെടുത്താൽ പോരത്. ആ സൗകര്യക്കേട് എനിക്ക് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനായിരുന്നു അത് പറഞ്ഞത്. പക്ഷെ എൻ്റെ സങ്കടകരമായ കാര്യം പറയും, ഒരു വർഷത്തിനുള്ളിൽ കഞ്ചാവ് കൈവശം വെച്ചതിൻ്റെ പേരിൽ ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തായി പത്രത്തിൽ ഫോട്ടോ വന്നു. 20 വയസ്സിന് താഴെയുള്ള കുട്ടികളോടൊക്കെ വീട്ടിൽ എപ്പം വരണം എന്നൊക്കെ ഒന്ന് ചോദിക്കുക നല്ലതാണ്. നാളെ രാവിലെ പോയി ചോദിക്കാൻ നിൽക്കണ്ട, അത് ചെറുപ്പത്തിലേ ഉണ്ടാക്കി വരുന്ന ഒരു ശീലമായി അങ്ങനെയൊക്കെ ഒരു നിയന്ത്രണമൊക്കെ വരണം. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, എൻ്റെ പിതാവ് മരിച്ചത് എൻ്റെ 51ാമത്തെ വയസ്സിലാണ്. എൻ്റെ 50 വയസ്സ് വരെയും അദ്ദേഹത്തിന് ആരോഗ്യമുള്ള കാലം വരെയും ഞാൻ രാത്രിയിൽ പലപ്പോഴും നേരം വൈകിയൊക്കെ വന്നാൽ എന്നോട് ചോദിച്ചു, നീ എവിടാണ്, എന്നും പരിപാടിയുണ്ടോ, സമയത്തിന് വന്നൂടെ? എന്നെ ശാസിക്കുമായിരുന്നു. എനിക്ക് വലിയ പേടിയായിരുന്നു. ഞാൻ ഇപ്പോൾ വിചാരിച്ചു, ഞാൻ ഈ പട്ടുറുമാലിൻ്റെ ഒക്കെ വലിയൊരു ആളാണല്ലോ കേരളത്തിലെ, ബാപ്പ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പക്ഷെ ഇപ്പം ഞാനത് അനുഭവിക്കുന്നുണ്ട്, അങ്ങനെ ചോദിക്കാനൊരാളില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞ അതല്ല, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മളൊന്നും വലിയ നല്ല മനുഷ്യന്മാരാണെന്ന് പറയുന്നില്ല, പക്ഷേ ഏതെങ്കിലും കേസിൽ പ്രതിയായിട്ട് പേപ്പറിലൊന്നും ഫോട്ടോ ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ കാരണം നമ്മൾ കുട്ടികളുടെ അവരൊക്കെ രീതി അതായത് കൊണ്ടാണ്. ഇല്ലാത്ത പെരുമ നടിക്കുന്ന നമ്മൾ, എൻ്റെ മോന് വലിയ കച്ചവടമൊക്കെ ചെയ്യും, ഓന് വലിയ വലിയ വണ്ടിയൊക്കെ ഓട്ടുമെന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 10 ഉറുപ്പ്യ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ കുടിക്കടം പകർന്നു കൊടുക്കണം. പഴയ കാലത്ത് നമ്മളെ മാതാപിതാക്കളോട് 10 ഉറുപ്പ്യ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ തരണ്ടാന്ന് ഒരു മരുന്ന് വാങ്ങാൻ പറഞ്ഞാൽ എവിടുന്ന് എനിക്ക് കിട്ടിയെന്ന് ചോദിക്കും. ഇപ്പം അതല്ല, ഞാൻ അങ്ങനെയൊന്നും നിയന്ത്രിക്കണമെന്നല്ല പറഞ്ഞത്. വലിയ ഗൗരവമായ വിഷയങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം, രക്ഷിതാക്കളും വിദ്യാലയങ്ങളും തമ്മിലുള്ള ബന്ധം, നാട്ടുകാരും തമ്മിലുള്ള ബന്ധമൊക്കെ ഒന്നുകൂടി സജീവമാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി അതിന് സ്നേഹം അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരടുപ്പമായി മാറേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വെറുമൊരു കാട്ടിക്കൂട്ടൽ മാത്രമായി അത് മാറാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ ഗൗരവമായ ഒരു വിഷയമാണ്. ഞാൻ ഒരുപാട് സംസാരിക്കില്ല, ഒറ്റ കാര്യം ചോദിക്കണം, നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അതിന് നിങ്ങൾക്ക് കഥ അറിയണം, അതൊരു പ്രശ്നമാണ്. ഈ കൊറോണ കാലത്ത് നമ്മളൊക്കെ വീട് അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഓൺലൈൻ സജീവമായി വയസ്സായ എൻ്റെ വല്യമ്മ പോലും യൂട്യൂബ് നോക്കി പലഹാരങ്ങൾ ഉണ്ടാക്കും. ഇത് മാത്രമല്ല ഉള്ളത്, വേറെ പല കാര്യങ്ങളും അതിലുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് കടലാസ് പെൻസിലും സോപ്പ് പെട്ടിയും സമ്മാനം കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. ഞാൻ 75 ലക്ഷം രൂപക്ക് 5 തവണ വിധികർത്താവായി ഇരുന്നിട്ടുണ്ട്. കടലാസ് പെൻസിലാണ് എനിക്ക് സമ്മാനം കിട്ടിയത്. പുതിയ കാലത്തിന്റെ സൗകര്യങ്ങൾ എത്രയാണ്. പക്ഷേ ആ സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒക്കെ നമ്മൾ തമ്മിൽ നമ്മുടെ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള ബന്ധം എവിടെയോ ചില പാകപ്പിഴവുകളുണ്ട്. അത് കുറ്റപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത്. ആ പ്രശ്നത്തെ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഗൗരവമായ വിഷയങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ നാട്ടിൽ കഴിഞ്ഞ നോമ്പ് കാലത്ത് ഒരു റിട്ടയർ അധ്യാപകൻ, ഒരുപാട് സാമ്പത്തിക സൗകര്യമുള്ള ആൾ, അദ്ദേഹം മോൻ വേറൊരു അവസ്ഥയിലാണ്. നോമ്പിന് വന്ന് വീട്ടിൽ വന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി, ഉമ്മനെയും ബാപ്പനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അന്ന് രാത്രി അദ്ദേഹം ഹൃദയസ്തംഭനം മൂലം മരിച്ചു. ഓരോ നാട്ടിലും ഓരോ അനുഭവങ്ങൾ പറയാനും, സമകാലിക കേരളത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഞാൻ കുറച്ചുകൂടി വീണ്ടും വീണ്ടും പറയുന്നത്, മനുഷ്യർ തമ്മിലുള്ള ബന്ധം, അത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, നാട്ടുകാരും തമ്മിലുള്ള ബന്ധം. പണ്ട് കാലത്തൊക്കെ ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു അനുഭവമാണ്. കുടുംബ വീടുകളിൽ ചെല്ലുക, ഭക്ഷണം ഉണ്ടാക്കുക, വാങ്ങുകയല്ല ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കുകയാണ് ചെയ്യുക. ആ കാലഘട്ടത്തിൽ തിരിച്ചു പോകണം ഞാൻ പറയുന്നില്ല, ഓരോരുത്തർക്ക് ഓരോ പ്രശ്നങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാവും, സൗകര്യക്കുറവൊക്കെ ഉണ്ടാവാം. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ അടയാളപ്പെടുത്തിയത് പണ്ടൊക്കെ കത്തായിരുന്നു. കത്ത് ഇപ്പൊ ആർക്കെങ്കിലും കിട്ടാറുണ്ടോ കത്ത്? എനിക്കൊക്കെ കത്ത് കിട്ടിയിട്ട് ഒരുപാട് കാലം. ആകെ കിട്ടല് ബാങ്കിൽ നിന്ന് കത്ത് വരും, പൈസ അടച്ചിട്ടില്ല എന്ന്, വേറൊരു കത്തും വരാറില്ല. കത്തുകളുടെ ഒരു കാലത്ത് എപ്പോഴെങ്കിലും കാണും നമ്മൾ തമ്മിലൊരു വല്ലാത്ത ബന്ധമുണ്ട്, ഇല്ലേ? ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ 6-7 വർഷം കഴിഞ്ഞാൽ വരിക.
കോഴിക്കോട് വിമാനത്താവളം ഇല്ലാത്തൊരു കാലമാണ്. അന്ന് കത്തെഴുതും, 15 ദിവസം കൊണ്ടൊക്കെ ആ കത്ത് ഇവിടെ എത്തുക. പോസ്റ്റ്മാനെ കണ്ട് കത്തുണ്ടോ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് അങ്ങനെയൊന്നുമല്ല, നമ്മൾ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാലഘട്ടം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറയാറുണ്ട്, 2 പെൺകുട്ടികളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഇപ്പൊ കാണാനൊരു രസമില്ലാതെ, അപ്പോൾ ഒരു ചൂടാവും. പെൺകുട്ടിയോട് അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ചൂടാവും. ഞാൻ പറയും, നിങ്ങളെ കാണാൻ രസമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. എപ്പോഴാണെന്നറിയോ? നിങ്ങൾ 1 വയസ്സ് 2 വയസ്സാകുന്നു, ആ മുളച്ചു വരുന്ന പല്ല് കാട്ടി ചിരിക്കുന്ന ഒരു കാലം ഉണ്ടല്ലോ. ആ ഫോട്ടോ എടുത്ത് നോക്ക്. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമാകും. കാരണം ഓലെ പറ്റി തന്നെയാണല്ലോ പറയണത്. വേറെ ആരെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ബേജാറുണ്ടാവും. നമ്മുടെ സ്ത്രീകളെ ഞാൻ കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വേറെ ആരെ പറ്റി പറഞ്ഞെങ്കിൽ ബേജാറാണ്. അപ്പോ ആ ഒരു കാലം പിതാവ് കാണാതെ പോവുക. ഭാര്യ ഗർഭിണിയാവുമ്പോൾ ഗൾഫ് പോകും. 5-6 വർഷം കഴിഞ്ഞ് വരും. 1-ാം വയസ്സിലെ ചിരി, 2-ാം വയസ്സിലെ നടത്തം, കൊഞ്ചലൊന്നും കാണാനും കേൾക്കാനല്ലാതെ ഇയാൾ ഗൾഫിലാണ്. ആ സമയത്ത് എസ് എ ജമീൽ പാട്ട് എഴുതി, 2-4 വർഷം മുമ്പ് നിങ്ങൾ വന്നു, 8-10 നാളുകൾ മാത്രം വീട്ടിൽ നിന്നു, അതിലുണ്ടായ ഒരു കുഞ്ഞിനു 3 വയസ്സായിന്ന്, അവനെന്നും ചോദിക്കും ബാപ്പായ വീടെന്ന്, ഓടി ചാടി കളിക്കും മോൻ ബാപ്പാന്, മാടി മാടി വിളിക്കും, അത് കാണുമ്പോൾ ഉടഞ്ഞിടും ഇടനെഞ്ച് പിടഞ്ഞിടും. പൂക്കുഞ്ഞി പൈതലല്ലേ, ആ മുഖം കാണാൻ പൂതി നിങ്ങൾക്കുമില്ലേ. ഈ പാട്ട് കേട്ട് അന്തം വിട്ട് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന മനുഷ്യന്മാരുണ്ട്. പഴയ ആളോട് ചോദിച്ചു നോക്കും അല്ലേ? എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ, നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെ കത്തെഴുതാനാ. പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീശത്തിൽ, ഏറെ സ്നേഹത്തിലല്ല, ഏറെ ഇഷ്ടത്തിലല്ല. അങ്ങനൊക്കെ പാടാം. ഏറെ പിരിശം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഒരു അടുപ്പാണ്. ഏറെ പീരീശത്തിൽ ചൊല്ലിയിടുന്നു വസേല, ഞങ്ങൾക്കെല്ലാം സുഖമാണ് ഈ വീട് എന്ന് തന്നെ. ഇതിലൊക്കെ ഓരോ പ്രശ്നമുണ്ട് അറിയാം. കത്തെഴുതുമ്പോൾ നിങ്ങൾക്ക് അവിടെ സുഖമെന്ന് കരുതുന്നു, എനിക്കും മക്കൾക്കും ഇവിടെ സുഖം തന്നെ, എന്നിട്ട് ആ കഷ്ടപ്പാടൊക്കെ താഴോട്ട് എഴുതുക. ഈ സുഖം തന്നെ എന്ന് എഴുതൽ നമ്മളെന്തോ ഒരു ഇതിൻ്റെ ഒരു ഫോർമാറ്റ് അങ്ങനെയാണ്. അതാണ് ഞങ്ങൾക്കെല്ലാം സുഖമാണ് ഈ വീട് എന്ന് തന്നെ, എന്ന് എഴുതിയിടട്ടെ, എന്ന് തന്നെ എഴുതിയിടട്ടെ. തന്നെ അല്ലാതെയും പാടാ. പക്ഷെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സുഖമല്ല എന്നാണ് അർത്ഥം. ആ തന്നേക്ക് വല്ലാത്തൊരു അർത്ഥമുണ്ട്. അങ്ങനെ നമ്മൾ കത്തെഴുതിയ ഒരു കാലം, പാട്ട് കേട്ട കാലം, അതൊക്കെ പോയി. ഇന്നതൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ അക്കാലത്ത് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം, എപ്പോഴെങ്കിലും കാണുന്ന, വർഷങ്ങൾ കഴിഞ്ഞ് കാണുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, അയൽവാസിയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് പാട്ടും കലയും സാഹിത്യമൊക്കെ മനുഷ്യനോടൊപ്പം സഞ്ചരിച്ചത്. ഇവിടെയുള്ള ചരിത്രമൊക്കെ അങ്ങനെയാണ്. പലതരം, ഞാനൊരു മാപ്പിളപ്പാട്ട് മേഖല പൊതിഞ്ഞുകൊണ്ട് ഉദാഹരണമായിട്ട് ഇതൊക്കെ പാടിയുന്നുള്ളൂ. ഇപ്പൊ കൊടിയത്തൂര് പാട്ടിന്റെ നാടാണ്. ഈ ഉസമാഷ് നല്ലൊരു എഴുത്തുകാരനായിരുന്നു. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബുമായി ചേർത്ത് വെച്ചൊരു നാടാണല്ലോ കൊടിയത്തൂര്. സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചൊക്കെ പാട്ടുണ്ടായിട്ടുണ്ട്. തോക്കുകൾ നീട്ടും മുമ്പിൽ വാക്കുകളാൽ ബോംബിട്ട് തൂക്കുമരം പുല്ലായി കണ്ടുള്ള മഹാന, ഭാരത മക്കളെ സ്വാതന്ത്ര്യത്തിന് പൊരുതിയ മോന. 1978 മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ കുറിച്ചിട്ട് KS മുഹമ്മദ് കുട്ടി പാടിയൊരു പാട്ടാണ്. വെളുത്ത പിശാചി മണ്ണിൽ വിരളി പിടിച്ചോടുമ്പോൾ തളച്ചിടുവാനായി നമ്മെ നയിച്ച മഹാന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന പുമാന. അപ്പൊ ഈ മണ്ണിലാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ നവോത്ഥാന നായകരും സ്വാതന്ത്ര്യ സമര സേനാനികളും രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും ഇവരൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ച ഒരു മണ്ണാണ് നമ്മുടെ മണ്ണ്. ഇവിടെയാണ് നമ്മൾ അടുപ്പത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സംസാരിക്കുന്നത്. ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരു കാലം. ഇപ്പൊ പത്രവും ചാനലൊക്കെ നോക്കാതിരിക്കുക എന്നുള്ളത്, ജാതിയുടെ മതത്തിന്റെ പ്രവേശത്തിന്റെ പേരിലൊക്കെ നമ്മൾ അപമാനിക്കപ്പെടുക, പരസ്പരം സംശയത്തോടു കൂടി നോക്കുക, സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാലത്ത്
ഈ കലാകാരന്മാർക്ക് സ്കൂൾ വാർഷികത്തിൽ അവതരിക്കുന്ന പരിപാടിക്കൊക്കെ വലിയ വലിയ ദൗത്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അപ്പോ ഇവിടെ വന്നത് നമുക്ക് പ്രസംഗിക്കാം. എന്താണെന്നറിയോ? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ആഹാരം കഴിക്കുന്നവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും സുഖമായിരിക്കട്ടെ എന്ന് ഹൈന്ദവ ദർശനം പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രസംഗിച്ച് നമ്മളങ്ങ് പോകും. പക്ഷേ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ആഹാരം കഴിക്കുന്നവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ നിന്റെ പട്ടിണി ദൈവത്തിന്റെ പ്രശ്നമല്ല, അയൽവാസിയുടെ പട്ടിണിയാണ് പ്രശ്നം, മറ്റുള്ളവന്റെ സങ്കടങ്ങളാണ് പ്രശ്നം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ വളരണം. ആ തരത്തിൽ നമ്മുടെ തലമുറയെ വാർത്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മുടെ നാട് ഉണ്ടായത്. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് അല്ലേ? അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ, ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെ ഓർക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചോരായിരങ്ങൾ ഹൈന്ദവരില്ലേ. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചോരായിരങ്ങൾ ഹൈന്ദവരില്ലേ. ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും നാടിതിനല്ലേ. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. പാട്ട് പാടുന്നവനോ എഴുതിയവനോ ചിലപ്പോ ഇതിന്റെ മുമ്പിൽ ഉണ്ടാവില്ല. ഒരു മയക്കുമരുന്നിനെ കുറിച്ച് ക്ലാസ് എടുത്ത ആളെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചെന്ന് പറഞ്ഞ പോലെയാ. പക്ഷേ അത് കേൾക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വേറെ തരത്തിലുള്ള സന്ദേശമാവേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യനെ മനുഷ്യനായി കാണാൻ. പി.ടി. അബ്ദുറഹിമാൻ എഴുതിയ ചാന്ത് ഭാഷ സംഗീതം ചെയ്ത ഒരു പാട്ടുണ്ട്, മുക്കം സാജിദ പാടിയ. മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്കു. മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്കു. അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്, അതിൽ വേഗം നിസ്കാര പായാവിരിക്ക്. പടപ്പോട് പിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി നിൽക്കേണ്ട, പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. പള്ളികൾക്ക് കുറവുള്ള നാടല്ല നമ്മളത്, പ്രത്യേകിച്ച് കൊടിയത്തൂര്. പക്ഷേ അമ്പലവും പള്ളിയും എങ്ങനെ ഉണ്ടാക്കിയാലും മനുഷ്യനെ മനുഷ്യനായി കാണുന്ന തരത്തിലേക്കുള്ള മനസ്സുകൾ മാറുമ്പോൾ മാത്രമേ അതിൻ്റെയൊക്കെ ഉദ്ദേശം സഫലമാവുകയുള്ളൂ എന്നാണ്. ബാപ്പു വാവാട് എന്ന് പറയുന്ന പ്രഗത്ഭനായ കവി എഴുതിയ ഒരു കവിതയുടെ ശകലമുണ്ട്. ഈ കൊറോണയുടെ കാലത്ത് ബാപ്പു വാവാട് എഴുതിയാണ്. എനിക്കേറെ ഇഷ്ടം തോന്നി അതിൻ്റെ വരികൾ. കണ്ണൂർ ഷെരീഫാണ് ഇത് പാടിയത്. മർത്യന്റെ നേരെ തുറക്കാത്ത കണ്ണുകൾ മാനത്ത് തേടുന്നതാരെയാരേ. മർത്യന്റെ നേരെ തുറക്കാത്ത കണ്ണുകൾ മാനത്ത് തേടുന്നതാരെയാരേ. മനുഷ്യന്റെ സങ്കടം കാണാതെ നമ്മൾ എങ്ങോട്ട് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്? മണ്ണിന്റെ കണ്ണീരിലലിയാത്ത കൽബിന്, മണ്ണിന്റെ കണ്ണീരിലലിയാത്ത കൽബിന് മന്നാന്റെ കാരുണ്യം ദൂരെ ദൂരെ. മതം മതിലല്ലെന്നറിയൂ നീ സോദരാ, മതം മതിലല്ലെന്നറിയൂ നീ സോദരാ. അത് മാനവ സ്നേഹത്തിൻ താഴ്വര, അത് മാനവ സ്നേഹത്തിൻ താഴ്വര. അങ്ങനെ മാനവ സ്നേഹത്തിന്റെ താഴ്വരയായി നിങ്ങളുടെ സ്കൂളും PTA-യും നാട്ടുകാരും മാറുമ്പോൾ ഈ നാട് തന്നെ ധന്യമാവും. നമ്മൾ വലിയ ഒരു തിരിച്ചുപോക്കിലേക്ക്, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിലേക്കുള്ള മെല്ലെ ചുവടുവെപ്പായത് മാറും. അങ്ങനെ സ്നേഹത്തിന്റെ മതിലായി താഴ്വരയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമസ്കാരം.